ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റാപ്പ് അറൗണ്ട് സ്കേർട്ടിൻ്റെയാണ്. അപ്പോൾ ഈ നൈറ്റി പീസ് വെച്ച് നമുക്കതെങ്ങനെ തയ്ക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒട്ടും തുണി വേസ്റ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ അളവിൽ ഈ സ്കേർട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം അതിന് അധികം ചിലവൊന്നുമില്ല. നമ്മുടെ ഈ നൈറ്റി പീസിൻ്റെ പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നൈറ്റിയുടെ പീസ് ലെങ്ത്തിൽ ഞാൻ 38 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ സ്കേർട്ടിന് ഞാൻ എടുക്കണേ. ആ ലെങ്ത്തിലൊരു പീസ് ഞാൻ മുറിച്ചെടുക്കുകയാണ്. അതായത് വിഡ്ത്ത് വയസ്സിൽ ഒപ്പം മടക്കി ആ രീതിയിലാണ് നമുക്ക് നൈറ്റി പീസ് കിട്ടുന്നത്. ആ രീതിയിൽ തന്നെ ഞാൻ ഒരു 38 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്. അതാണ് ലെങ്ത്ത്. നമുക്ക് 38 ഇഞ്ച് ലെങ്ത്ത് ഫിനിഷിങ് കിട്ടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പീസ്, അതായത് 38 ഇഞ്ച് ലെങ്ത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബാക്കി കിട്ടല്ലേ, ആ പീസ് നമ്മൾ ലെങ്ത്ത് വൈസിൽ ഒന്നുകൂടി മടക്കും. വിഡ്ത്ത് വൈസ് നിവർത്തിയിട്ട് ലെങ്ത്ത് വൈസിൽ ആ വീതിയിൽ തന്നെ നമ്മൾ മടക്കും. ഇതിപ്പോൾ ഈ നൈറ്റി പീസ് കറക്റ്റ് 3 മടക്ക് നമുക്ക് കിട്ടും കേട്ടോ. 38 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് 3 മടക്കായിട്ട് തന്നെ കിട്ടും. അതിലൊരു ഇത് നമ്മൾ ബാക്കിന് വെട്ടിയെടുത്ത് ബാക്കിയുള്ളത് ഒപ്പം മടക്കും, നീളത്തിൽ ഒപ്പം മടക്കും. വീതിയിലുള്ള ഭാഗം നിവർത്തുട്ടാ. എന്നിട്ട് ഇതിപ്പോൾ നീളത്തിലൊപ്പം മടക്കിയേക്കണ ഭാഗമാണ്. എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ഇവിടുത്തെ വണ്ണം അടയാളപ്പെടുത്തും. 11 ഇഞ്ചാണ് കേട്ടോ ഞാൻ വണ്ണം. അതായത് 4 പീസുമേ 11 ഇഞ്ച് വരുമ്പോൾ 44 ഇഞ്ച് കിട്ടും. അതുകൂടാണ്ട് എക്സ്ട്രാ ഒരു 6 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസാണ് കേട്ടോ ഇത്. ബാക്ക് പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് നമ്മൾ നീളത്തിലൊപ്പം മടക്കിയിട്ട് അത് 2 പീസായിട്ട് ഒപ്പം മടക്കിയിട്ട് കണ്ടോ 11 ഇഞ്ചും പിന്നെ ഒരു 6 ഇഞ്ച് എക്സ്ട്രയും കൂടി റാപ്പ് ചെയ്യണ്ടേ, നമുക്ക് ഓവർലാപ്പ് ചെയ്യാനുള്ള എക്സ്ട്രയാണ് 6 ഇഞ്ച് എടുത്തേക്കുന്നത്. അതും കൂടി എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ആ 11 + 6 17 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മളിങ്ങനെ ഇതുപോലെ കോണാക്കി വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അതിനാണ് ഞാൻ കോണാക്കി അവിടെ മടക്കി കാണിച്ചെന്നത്. നമ്മളിപ്പോൾ അത് വരച്ചിട്ട് വെട്ടിയെടുക്കും. താഴത്ത് എത്ര വിട്ട് കിട്ടുമെന്നോ ആ വിട്ടിൽ തന്നെ നമുക്ക് എടുക്കാം. അതായത് നൈറ്റിക്ക് ഒരു 34 ഇഞ്ച് വിട്ടൊക്കെ അല്ലേ വരുള്ളൂ. ആ വിട്ട് തന്നെ ഇട്ട ഫ്രണ്ട് പീസിൻ്റെ താഴത്ത് എടുക്കുന്നത്. മുകളിലാണ് നമ്മൾ 11 ഇഞ്ചും 6 ഇഞ്ച് എക്സ്ട്രയും കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് വൈസിൽ മടക്ക് നിവർത്തിയിട്ടിട്ടുണ്ട്. ലെങ്ത്ത് വൈസിലാണ് നമ്മളിത് ഒപ്പം മടക്കിയേക്കണത്. എന്നിട്ട് നമ്മളിത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ സ്ക്രീനിൽ മൊത്തം കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് പേപ്പർ കട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കിയാൽ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമാകും നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ബാക്ക് പീസില്ലേ, ആ ബാക്ക് പീസ് എടുക്കുക. അത് വിഡ്ത്ത് വൈസിൽ തന്നെ നമ്മൾ മടക്കിയിട്ടേക്കാണ്. ലെങ്ത്ത് വൈസിൽ മടക്കിയിട്ടില്ല. ലെങ്ത്ത് 38 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസാണ് കട്ട് ചെയ്തേക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിൽ നിന്ന് ആ ക്രോസായിട്ട് കട്ട് ചെയ്തെടുത്ത ഭാഗമില്ലേ, ആ പീസാണ് കേട്ടോ നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇതേപോലെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ കോൺ പീസ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ബാക്കിയുള്ള ഈ നേരെ ഭാഗമുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇതാണ് നമ്മൾ സ്കേർട്ടിൻ്റെ പട്ട വെച്ചടിക്കാനുള്ളത്. അവിടെ വള്ളിയോടുകൂടി നമ്മൾ അരവണ്ണത്തിൻ്റെ ആ ഭാഗത്ത് ഈ പീസാണ് നമ്മൾ വെച്ചടിക്കണേ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പീസ് നമുക്ക് കളയാനില്ല. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കണ ഈ ക്രോസ് ആയിട്ടുള്ള ഈ പീസാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസിൽമ വെച്ച് കൊടുക്കുന്നത്. അടിയിൽ വിട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ഓവർലാപ്പിന് ഒരു 6 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടില്ലേ, അത് നമ്മൾ മടക്കി തന്നെ വെക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പമല്ല ബാക്ക് വെട്ടിയെടുക്കേണ്ടത്. അത് നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് വേണം നമ്മൾ ബാക്കിൽ വണ്ണം അടയാളപ്പെടുത്താൻ. അത് 6 ഇഞ്ച് ഞാൻ അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ആ മടക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്ക് കൂടെ ഒപ്പം വെച്ചേക്കണത്. ഇതുപോലെ ഇരിക്കും. എന്നിട്ട് അവിടെയും ആ മുകളിലത്തെ 11 ഇഞ്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ബാക്കും ഫ്രണ്ടും 11 ഇഞ്ച് തന്നെ. ബാക്കും ഫ്രണ്ടും എന്ന് പറഞ്ഞാൽ ഒപ്പം മടക്കിയിട്ടിട്ടാണല്ലോ. അപ്പോൾ 11 ഇഞ്ച്. അപ്പോൾ 4 പീസിൽ 44 ഇഞ്ച് നമുക്ക് കിട്ടും. തയ്യൽ തുമ്പ് അതിൽ പോകും കേട്ടോ. അത്ര വണ്ണം വേണ്ട, എന്നാലും ഓവർലാപ്പല്ലേ, നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമല്ലോ.
ഇപ്പോൾ ഫ്രണ്ടിൽ ഓവർലാപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര വിഡ്ത്തിലും കൂടുതൽ എടുക്കുന്നത്. താഴെ ഇതേപോലെ ബാക്കിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും ഫ്രണ്ടിൻ്റെ വിഡ്ത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇവിടെ ആയിട്ടുണ്ട്. ഇനി അത് ജോയിൻറ്റ് എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ആ ക്രോസ് പീസിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് അപ്പോൾ കളയാം കേട്ടോ, ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ പേപ്പറിൻ്റെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഭാഗമായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ ആ ക്രോസ് പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ പീസാണിത്. ഇത് ബാൻഡ് പിടിപ്പിക്കാനുള്ളത് ആ പീസാണിത്. ഇവിടെ അത് ഞാൻ ജോയിൻ്റ് എടുത്ത് ബാക്ക് പീസുമ്പോൾ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഓവർലാപ്പിനുള്ളത് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ട് പീസ് നമ്മൾ വച്ച് നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാട്ടോ. ഈ സമയത്ത് നമുക്ക് ഈ ലെങ്ത്തിൻ്റെ ആ ഷേപ്പും കട്ട് ചെയ്യാട്ടോ. ഇതിപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ അവിടെ നിന്ന് ഇത്രയും എനിക്ക് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സമയത്ത് നമുക്ക് വണ്ണമൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അടിഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് ലെങ്ത്ത് 38 ഇഞ്ചല്ലേ കിട്ടിയാണ്. ആ ലെങ്ത്ത് തന്നെ നമുക്ക് ഈ സൈഡിലും മതി. ക്രോസ് ആയതുകൊണ്ട് അവിടെ ഇത്തിരി കൂടുതൽ ഉണ്ടാവും. അപ്പം നമ്മളത് ഈ സമയത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ മാർക്കിങ്ങും പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടിങ് മനസ്സിലാവാത്തൊരു ലാസ്റ്റ് ഭാഗത്ത് പേപ്പർ കട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. ക്രോസ് ഭാഗം തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെ ഒരു പീസ് എടുത്ത് ബാക്കിൻ്റെ ഒരു സൈഡും പിന്നെ ഫ്രണ്ടിൻ്റെ മറ്റേ പീസ് എടുത്ത് ബാക്കിൻ്റെ അപ്പുറത്തെ സൈഡും ജോയിൻറ്റ് ചെയ്യുക. ക്രോസ് ഭാഗം തമ്മിലാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ കൂട്ടിയിട്ടേക്കണം നേരെ വശം ഫ്രണ്ടായിട്ട് വരും. അപ്പോൾ ഞാൻ രണ്ട് സൈഡ് ഇതേപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണം അളന്നെടുക്കണം. വണ്ണം അളന്നിട്ട് വേണം നമുക്ക് ബാൻഡിനുള്ള പീസ് കട്ട് ചെയ്യാൻ. ബാൻഡിന് നമ്മൾ നേരത്തെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു നേരെ പീസില്ലേ, അതാണ് ബാൻഡിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അത്യാവശ്യം ജോയിൻ്റൊക്കെ ഉള്ള പീസ് ജോയിൻ്റ് ചെയ്ത് വേണം നമ്മൾ ബാൻഡിന് നീളം കൂട്ടാൻ. ഒരു വശത്ത് ബാൻഡിന് നീളം കൂടുതൽ വേണം, ബാൻഡിൻ്റെ വള്ളിക്ക് നീളം കൂടുതൽ വേണം. ഇതിപ്പോൾ ഞാൻ ബാൻഡിൻ്റെ പീസ് ഒപ്പം മടക്കിയെടുത്ത് വണ്ണം അടയാളപ്പെടുത്തിയതാണ്. ഇതിപ്പോൾ രണ്ട് തുമ്പും ഒരേപോലെയാണ്, ഒരേ നീളത്തിലാണ്. പക്ഷേ സ്കേർട്ടിന് തയ്ക്കുമ്പോൾ ഒരു തുമ്പ് കുറച്ച് നീളം കൂടുതൽ വേണം. എനിക്കിവിടെ ഇത്രേ കിട്ടുള്ളൂ. നീളം ഇത്ര കിട്ടണോ അതനുസരിച്ച് എടുക്കാട്ടോ. ഇത് ലൂപ്സ് തയ്ച്ചേക്കണതാണ്. നമുക്ക് 3 ലൂപ്സ് ഇതിന് ആവശ്യമുണ്ട്. അത് ബാക്കിൻ്റെ സെൻറ്ററിലും പിന്നെ ഈ 2 ജോയിൻറ്റിൻ്റെ ഭാഗത്തും അങ്ങനെ 3 ലൂപ്സ് വെച്ച് കൊടുക്കണം. അതിപ്പോൾ ഞാൻ 3 ലൂപ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ബാൻഡ് പിടിപ്പിക്കണേക്ക് മുമ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഒരു സൈഡ് ബാൻഡ് പിടിപ്പിക്കണേക്ക് മുമ്പ് വെച്ച് കൊടുക്കണം. പിന്നത്തത് ബാൻഡ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് വയ്ക്കണം. അപ്പോൾ നമുക്കിവിടെ അതേ ബാൻഡിനുള്ള പീസ് ഒരു ഭാഗത്ത് നീളത്തിൽ വള്ളിക്കുള്ള ഭാഗം കൂടുതൽ തള്ളിയിട്ടിട്ട് നമുക്കിതേപോലെ ഒപ്പം വെച്ച് നോക്കണം. ഒരു സൈഡിൽ കുറച്ച് നീളം മതി. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇത്രയും നീളം എടുത്തിട്ടുള്ളൂ. ബാക്കി കൂടുതലുള്ള ഇത് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് നമുക്ക് ഇത്രയും കിട്ടും. ഇതിൽ കൂടുതൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം. നമുക്ക് റാപ്പ് ചെയ്ത് വള്ളി കെട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് നീളം കൂട്ടിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആ ബാൻഡ് അത് ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ ഇതേപോലെയാണ് വള്ളി അടിക്കുന്നത്, ബാൻഡിൻ്റെ വീതിയിൽ തന്നെ. അതിനാദ്യം അരിക് ഇവിടെ ഒന്ന് അടിച്ച് മറിക്കും, എന്നിട്ട് നമ്മൾ ഇതേപോലെ മടക്കി പതിച്ചടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലൂപ്സിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് വെച്ച് മടക്കി വെച്ചിട്ട് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ 3 ലൂപ്സിനും അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് സൈഡ് ഒന്നുമില്ല, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ അതേ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് നൈറ്റി പീസിൽ റാപ്പർ റൗണ്ട് സ്കേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കിത് തുണിയിൽ കട്ട് ചെയ്തത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട്. അപ്പോൾ കട്ടിങ് ക്ലിയർ ആവാത്തവർ അത് പോയി ഒന്ന് കാണണം, അതും കൂടി കാണണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സുകൾ ചോദിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. നമുക്ക് നൈറ്റി തുണി മേടിച്ചിട്ട് നൈറ്റി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ സ്കേർട്ട് അടിച്ച് മുകളിലൊരു ടോപ്പൊക്കെ അടിച്ചിട്ടാൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പേപ്പർ പാറ്റേണും കൂടി നമുക്ക് കണ്ടിട്ട് വരാം. അതിന് പേപ്പർ ഞാൻ വിഡ്ത്ത് വൈസിൽ ഒന്ന് മടക്കിയിട്ടുണ്ട്. പേപ്പർ പാറ്റേണിൽ ഞാൻ ഇഞ്ചിൻ്റെത് സെൻറ്റിമീറ്റർ കണക്കിലാണ് എടുത്തേക്കുന്നത്. പേപ്പറിൽ അത്രയും ലെങ്ത്തിൽ കാണിച്ചാൽ നിങ്ങൾക്ക് തുണിയിൽ കാണിച്ചിട്ട് ഫുൾ ഇത് കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പേപ്പറിൽ ഞാൻ ഇഞ്ചിൻ്റെ ഇത് സെൻറ്റിമീറ്റർ ആയിട്ട് കാണിക്കണം. അപ്പോൾ 38 ഇഞ്ച് എന്നുള്ളത് 38 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ ബേസിലാണ് നമ്മളിവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി 38 ഇഞ്ച് ലെങ്ത്തിൽ ഞാനിവിടെ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത്. ബാക്ക് പീസ് നമ്മൾ ആദ്യം ബാക്ക് പീസാണല്ലോ കട്ട് ചെയ്തെടുക്കണേ. അതിനുവേണ്ടി ഇതേപോലെ നൈറ്റിയുടെ തുണിയുടെ വീതിക്കനുസരിച്ച് തുണി ആ വീതിയിലാണല്ലോ നമ്മൾ സാധാരണ നൈറ്റി കിട്ടണത്, നൈറ്റി പീസ് കിട്ടണത്. ആ വീതി തന്നെ അതുപോലെ തന്നെ വെച്ചിട്ട് നീളത്തിൽ ഒരു പീസ് നമ്മൾ 38 ഇഞ്ച് ലെങ്ത്തിൽ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഒപ്പം മടക്കിയെടുത്താൽ ഫ്രണ്ടിനുള്ളത് കിട്ടും. അതായത് ലെങ്ത്ത് വൈസിൽ ഒന്നും കൂടി മടക്കും. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ അത്രയും ലെങ്ത്ത് തന്നെ ഇത് കിട്ടും. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ മടക്ക് നിവർത്തണം. കാരണം ബാക്ക് മടക്കിയിട്ട് തന്നെയാണ് വെട്ടിയത്, പക്ഷേ ഫ്രണ്ടിന് വെട്ടുമ്പോൾ നമ്മൾ ലെങ്ത്ത് വൈസ് മാത്രം മടക്കുള്ളൂ, വിഡ്ത്ത് വൈസ് മടക്കില്ല. എന്നിട്ട് നമ്മളിവിടെ ഓവർലാപ്പിന് വേണ്ടിയുള്ള 6 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യും. അപ്പോൾ അത് മാർക്ക് ചെയ്ത് അത് വരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മുടെ വേണ്ട വണ്ണമൊക്കെ അടയാളപ്പെടുത്തുന്നത്. അത് ഇതേപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് നമുക്കത് എളുപ്പമാണ്. പിന്നെ ഇഞ്ച് എന്നുള്ളത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് വീഡിയോയിൽ ഫുൾ കവറിങ്ങും കിട്ടുന്നുണ്ട്. മുകളിൽ ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, അരവണ്ണത്തിൻ്റെ ആ ഭാഗം. താഴ്ഭാഗം നമുക്ക് എത്ര കിട്ടുന്നോ അതാണ് നമ്മുടെ താഴ്ഭാഗത്തെ വിഡ്ത്ത്. അപ്പോൾ ഇത് 2 പീസ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും വിഡ്ത്ത് നമുക്ക് ഫ്രണ്ടിൽ കിട്ടും. പിന്നെ ഓവർലാപ്പിങ്ങിൻ്റെ ആ 6 ഇഞ്ച് അതും ഉണ്ടല്ലോ, 2 വശത്ത് കൂടി ആകുമ്പോൾ 12 ഇഞ്ച്. പിന്നെ ഈ വെട്ടിയെടുത്ത ക്രോസ് പീസ് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, ബാക്കിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ബാക്കിന് നേരത്തെ വെച്ച പീസ് ഞാൻ ഇതിൻ്റെ ഒപ്പം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്രണ്ടിൻ്റെ ആ ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ. ഫ്രണ്ടിൻ്റെ ഓവർലാപ്പിനുള്ളത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്, അത് കൂടാണ്ട് കട്ട് ചെയ്ത് മാറ്റിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ ഇത്രേ കിട്ടണുള്ളൂ, അടിയിൽ വൈഡിങ് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ഫ്രണ്ടിൽ നിന്ന് മാറ്റിയ ആ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ അവിടെ വെച്ച് ജോയിൻ ചെയ്യും. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് ആയിട്ടുള്ള ഭാഗം ഇതേപോലെ വെച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ നേരെയുള്ള ഭാഗം നമുക്ക് ബാൻഡിന് തയ്ക്കാൻ വേണ്ടി കിട്ടും. ഇത് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ മാർക്കിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതല്ല കേട്ടോ, ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കൂട്ടിയിടിച്ചിരുമ്പോൾ പിന്നെ കുറഞ്ഞു പോകില്ലേ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും.
ഈ പീസാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ ആ സൈഡിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് അടിയിൽ വിട്ട് കൂട്ടിയെടുക്കുന്നത്. ബാക്കി വരുന്ന പീസാണ് നമ്മൾ ബാൻഡിന് ഉപയോഗിക്കുന്ന പീസ് കേട്ടോ. ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്ററിൽ അതായത് 38 ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ടല്ലോ, ആ ലെങ്ത്ത് തന്നെ നമ്മൾ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് ബാക്കി കൂടുതലുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. ക്രോസ് ഭാഗം ആയതുകൊണ്ട് അവിടെ കൂടുതലുണ്ടാവും. അത് ഈ സമയത്ത് തന്നെ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ മാറ്റണമെനിക്കും കൂടുതൽ സൗകര്യം, അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ പീസൊക്കെ നമുക്ക് വേണ്ടതാണ്, ബാൻഡിന് ജോയിൻറ്റ് ചെയ്യാനും ലൂപ്സ് അടിക്കാനൊക്കെ വേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കളയരുത്. ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇത് ബാക്ക് പീസ് നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇതിൻ്റെ സൈഡിൽ ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്രോസ് ഭാഗം രണ്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ കൂടുതൽ നമ്മൾ ഇട്ടാണ് 6 ഇഞ്ചിൻ്റെ ഓവർലാപ്പിനുള്ള ഇട്ടിട്ടില്ലേ, അത് ഇതേപോലെ വരും. ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറ്റി വെച്ചിട്ട് മറ്റേ ഭാഗം റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ ഉണ്ടാകും നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ. ഇനി ബാൻഡ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാൻഡും ലൂപ്സും പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങും ഇവിടെ കംപ്ലീറ്റ് ആവും. ഇത് ആ ബാൻഡിന് വേണ്ടി നേരത്തെ ബാക്കി വന്ന പീസാണ്. അതിനാവശ്യമുള്ള നീളത്തിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാൻഡും അടിച്ചെടുക്കാം. അപ്പോൾ വണ്ണമൊക്കെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ 11 ഇഞ്ച് എടുത്തതിന് അത്ര വേണ്ടാത്തവർക്ക് അത്ര കുറച്ച് എടുക്കാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്